KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഈ ഒരു വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് മുൻ വിജയിയും അതുപോലെ തന്നെ NDA തൃക്കാക്കര മണ്ഡലം സ്ഥാനാർത്ഥിയുമായിരുന്ന അഖിൽ മാരാർ. അഖിൽ മാരാരുടെ കുറിപ്പ് ഇങ്ങനെയാണ്: നാട് നന്നാക്കാനും വരും തലമുറയ്ക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ പദ്ധതികൾ തയ്യാറാക്കുന്നതിനുമാണ് സർക്കാർ പ്രാധാന്യം നൽകേണ്ടത്. വരുമാനം തീരെ ഇല്ലാത്ത ഒരു സംസ്ഥാനം സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അത് എപ്രകാരം ആണെന്ന് വ്യക്തമാക്കിയാൽ ആ തീരുമാനം സ്വാഗതം ചെയ്യാം. എന്നാൽ യാതൊരുവിധ പ്ലാനുകളും ഇല്ലാതെ KSRTCയിൽ സൗജന്യം സ്ത്രീകൾക്ക് നൽകാം എന്ന് പറയുന്നു. പെൻഷൻ 3000 രൂപ ആക്കി വർദ്ധിപ്പിക്കാം എന്നും പറയുന്നു. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭിക്കുമ്പോൾ ഒരേ സമയം KSRTCയും വലിയ നികുതി നൽകി ബാധ്യതയിൽ പോകുന്ന പ്രൈവറ്റ് ബസ് മേഖലയും നശിക്കുന്നു. അതായത് KSRTCയിൽ സൗജന്യം കിട്ടിയാൽ സ്ത്രീകൾ പ്രൈവറ്റ് ബസ്സിനെ ആശ്രയിക്കാതെ പൂർണ്ണമായും യാത്ര KSRTCയിലാക്കും. അതോടെ പുരുഷന്മാർ യാത്ര പ്രൈവറ്റ് ബസ്സിലേക്ക് മാറ്റും. എന്തിനാണ് വെറുതെ കിടന്ന് തള്ളുന്നത്? ആളില്ലാതെ ഓടുന്ന പ്രൈവറ്റ് ബസ്സിനെ അവർക്ക് ആശ്രയിക്കാം. നമ്മുടെ നാട്ടിൽ പൊതുഗതാഗതം ഉപയോഗിക്കുന്നത് കൂടുതലും സ്ത്രീകളാണ്. പുരുഷന്മാർ ഇരുചക്ര വാഹനങ്ങൾ പരമാവധി ഉപയോഗിക്കും. ഇതുമൂലം സ്ത്രീകൾക്ക് മാത്രമായി ഓടുന്ന വരുമാനം ഇല്ലാത്ത സംവിധാനമായി KSRTC മാറും. രാവിലെയും വൈകിട്ടുമുള്ള സ്കൂൾ കുട്ടികളുടെ യാത്ര മാറ്റിവെച്ചാൽ പ്രൈവറ്റ് ബസിന്റെ വരുമാനം പകുതിയിലും താഴെയാകും. ഖജനാവിൽ നിന്നും വലിയൊരു തുക KSRTC നിലനിന്നു പോകാൻ നൽകേണ്ടി വരും. അല്ലാതെ തന്നെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം സൗജന്യം കൂടി നടപ്പിലായാൽ തീരുമാനമായി മാറും. അടുത്തത് പെൻഷനാണ്. നിലവിൽ LDF വർദ്ധിപ്പിച്ച 2000 രൂപ പോലും കൃത്യമായി കൊടുക്കാൻ ഇവർക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. ആ അവസ്ഥയിൽ 3000 നടപ്പിലാക്കിയാൽ എന്തായി തീരുമെന്ന് കാത്തിരുന്നു കാണാം. യുദ്ധം മൂലമുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ നമ്മെ ഭീകരമായി ബാധിക്കാൻ തുടങ്ങുകയാണ്. പല വ്യവസായങ്ങളും തകർച്ചയുടെ വക്കിലാണ്. വിലക്കയറ്റം പല കുടുംബങ്ങളിലും താങ്ങാൻ കഴിയാത്ത ഒന്നായി മാറും. ബംഗാളിൽ ഭരണം മാറിയതോടെ BJPയിൽ പ്രതീക്ഷ അർപ്പിച്ച് ബംഗാളി സഖാക്കൾ എല്ലാം തിരികെ പോയി എന്ന് വാർത്ത വരുന്നു. തൊഴിലാളികൾ ഇല്ലാത്തതുകൊണ്ട് കേരളത്തിലെ നിർമ്മാണ മേഖലയും റെസ്റ്റോറന്റ് മേഖലയിലും സ്തംഭിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. തൊഴിലാളികൾ ഇല്ലാത്തതുകൊണ്ട് കേരളത്തിലെ നിർമ്മാണ മേഖലയും റെസ്റ്റോറന്റ് മേഖലയും സ്തംഭിക്കുന്ന അവസ്ഥയാണ്. കൊച്ചിയിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന പല റെസ്റ്റോറന്റുകളും ഗ്യാസിന്റെയും തൊഴിലാളി ക്ഷാമത്തിന്റെയും പേരിൽ അടച്ചു. യുദ്ധം വലിയ രീതിയിൽ ബാധിക്കാതെ ഇത്ര നാളും നമ്മൾ പിടിച്ചു നിന്നു. പല രാജ്യങ്ങളും തകർച്ച നേരിടുന്നു. വിദേശ പണവരവ് കേരളത്തിൽ നന്നേ കുറഞ്ഞു. ഇത്തരം ഒരു സാഹചര്യത്തിൽ ആര് മുഖ്യമന്ത്രിയായാലും നേരിടേണ്ടി വരുന്നത് വലിയ വെല്ലുവിളികളാണ്. ക്രിയാത്മകമായ പദ്ധതികൾ അവതരിപ്പിച്ച് നമ്മുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും തയ്യാറാകണം. കടമെടുത്ത് സൗജന്യം കൊടുത്ത് കേരളത്തെ നശിപ്പിക്കരുത് എന്നൊരു അഭ്യർത്ഥന മാത്രം അഖിൽ മാരാർ കുറിച്ചു.